പ്രതിഷേധം ശക്തമാകുമ്പോഴും കെഎസ്ആർടിസിയിൽ പിൻവാതിൽ നിയമനം നീക്കി തകർത്തി. BMS സമരത്തെ തുടർന്ന് നിർത്തിവെച്ച ഇന്റർവ്യൂ ഓൺലൈനായി നടത്തി കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ വഞ്ചന. ഡ്രൈവർ ട്രെയിനർ തസ്തികയിൽ തിരികെ കയറ്റുന്നത് പെൻഷൻ പറ്റിയ ഭരണകക്ഷി യൂണിയൻകാരെ. വെഹിക്കിൾ സൂപ്പർവൈസർ, ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ തസ്തികകളിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്കാണ് ഡ്രൈവർ ട്രെയിനർ തസ്തികയിൽ പുനർനിയമനം നൽകുന്നത്. ഇതിനായി പഴയ എംപാനൽ നിയമന രീതിയുടെ പുതിയ രൂപമായ ബദലി സംവിധാനവും ഉപയോഗപ്പെടുത്തുന്നു. ഡ്രൈവർ ട്രെയിനർ തസ്തികയിൽ ഡിസംബർ 12 നടന്ന ഇന്റർവ്യൂ KSRTCയിലെ BMS സംഘടനയായ KST എംപ്ലോയീസ് സംഘിന്റെ സമരത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. എന്നാൽ 18-ാം തീയതി ഓൺലൈനായി ഇന്റർവ്യൂ നടത്തി നിയമന നടപടികളിലേക്ക് കടക്കുകയാണ് KSRTC. ജീവനക്കാരുടെ പ്രതിഷേധം ഭയന്ന് അതീവ രഹസ്യമായിട്ടായിരുന്നു ഇന്റർവ്യൂ നടപടികൾ. സ്റ്റേഷൻ മാസ്റ്റർ, ഇൻസ്പെക്ടർ തുടങ്ങിയ തസ്തികകളിലേക്കും സമാന രീതിയിൽ നിയമനങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണെന്നാണ് ആരോപണം. KSRTCയിലെ സൂപ്പർവൈസറി തസ്തികകളായ ഇൻസ്പെക്ടർ, സ്റ്റേഷൻ മാസ്റ്റർ, VS, ചാർജ്മാൻ തുടങ്ങിയ എല്ലാ തസ്തികകളും ബദലി അടിസ്ഥാനത്തിൽ നിയമിക്കാൻ പോവുകയാണ്. ഇത് ഈ സ്ഥാപനത്തിൻ്റെ അച്ചടക്കമില്ലായ്മയാണ്. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് മാത്രവുമല്ല, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലന്വേഷിച്ച് വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഒരു തൊഴിൽ ദാതാവെന്നുള്ള ഒരു സ്റ്റാറ്റസ് കൂടെ നഷ്ടപ്പെടാൻ പോവുകയാണ്. PSC റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിച്ചുള്ള ബദലി നിയമനത്തിനെതിരെ ജീവനക്കാർക്കിടയിലും ഉദ്യോഗാർത്ഥികൾക്കിടയിലും പ്രതിഷേധം ശക്തമാവുകയാണ്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും KST എംപ്ലോയീസ് സംഘ് മുന്നറിയിപ്പ് നൽകുന്നു. ജനം, തിരുവനന്തപുരം.